സ്ത്രീ ശാക്തീകരണമാണ് എന്നാണ് അദ്ദേഹം വിവരങ്ങളുമായി നമുക്കൊപ്പം അഭിന ചേരുന്നുണ്ട്. അഭിന, മുസ്ലിം മാപ്പിള സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ MLA ആണ് ജമീല. കോഴിക്കോട് കൊയിലാണ്ടി MLA ആയി കാനത്തിൽ ജമീലയാണ് അന്തരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അരുണിമ, വലിയ അതീവ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. ജമീല അന്തരിച്ചു. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിലൊരു സംശയമില്ല. നമുക്കറിയാം, ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ആദ്യമായ ഒരു വനിത കയറി വന്നതും അത് കാനത്തിൽ ജമീലയിലൂടെയാണ് എന്നുള്ളതാണ്. ജമീലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏറെ നാളുകൾക്ക് മുൻപ് ഈ ഇത്തരത്തിൽ ബാധയെ തുടർന്ന് ചികിത്സയിൽ തുടരുകയായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് അസുഖം അല്പമൊന്ന് മാറി നിന്നെങ്കിലും പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും പിന്നീട് വീട്ടിൽ നിന്ന് വീണ്ടും അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് മൈത്ര ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അല്പസമയം മുൻപാണ് അതീവ ഗുരുതരാവസ്ഥയിലായ കാനത്തിൽ ജമീല വിട വാങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന നേട്ടങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് കാനത്തിൽ ജമീല. അതുപോലെ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ N സുബ്രഹ്മണ്യനെ 8472 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാനത്തിൽ ജമീല അന്ന് നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻപ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജമീല ഗ്രാമപഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വനിത, ഒരു വീട്ടമ്മയിൽ നിന്നും തുടങ്ങിയാണ്, അതും ചെറിയ പ്രായത്തിൽ വിവാഹത്തിന് മുൻപ് തന്നെ കാനത്തിൽ ജമീല ഇത്തരത്തിൽ വലിയ സജീവമായി തന്നെ ഈ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ജനപ്രതിനിധിയാണ്. അതോടൊപ്പം തന്നെ വെറും 59 വയസ്സ് മാത്രമാണ് കാനത്തിൽ ജമീലയ്ക്ക് ഉള്ളത്. ഈ ഒരു 59 വയസ്സിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു അർബുദം ബാധിച്ച് അതും അതീവ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറും 59ാമത്തെ വയസ്സിലാണ് കാനത്തിൽ ജമീല വിടവാങ്ങുന്നത്. രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകത്തേക്ക് തന്നെ വലിയൊരു തീരാനഷ്ടം തന്നെയായിരിക്കും എന്നുള്ളതാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ തീരാനഷ്ടം തന്നെയാണ് കാനത്തിൽ ജമീല. നമുക്കറിയാം, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പിന്നീട് നിയമസഭയിലേക്കുള്ള ആ ഒരു കടന്നുവരവെല്ലാം തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, മലബാർ മേഖലയിൽ നിന്നും അത്രയധികം സ്ത്രീകൾ ആരും കടന്നു വരാത്ത ഒരു പൊതുരംഗത്തേക്ക് കാനത്തിൽ ജമീലയെ പോലുള്ള ഒരാൾ കടന്നു വരിക എന്ന് പറയുന്നതും അതും ഏറെ സംസാര വിഷയമാവുകയും അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു പക്ഷേ കാനത്തിൽ ജമീല ആയിരിക്കാം മറ്റുള്ള ആളുകൾക്കെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പ്രോത്സാഹനം നൽകുക, അല്ലെങ്കിൽ ഈ ഒരു പൊതുരംഗത്തെല്ലാം തന്നെ സജീവമാകുന്നതിന് വേണ്ടിയിട്ട് കാനത്തിൽ ജമീല വഹിച്ച പങ്ക് അത് ചെറുതൊന്നുമല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഓർക്കാനുള്ളത്. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് പലതരത്തിൽ, അതുപോലെ തന്നെ നാട്ടിനെല്ലാം തന്നെ വലിയ രീതിയിൽ വികസനങ്ങൾ കൊണ്ടുവരുന്നതിലെല്ലാം തന്നെ കാനത്തിൽ ജമീല വഹിച്ച പങ്ക് അതും ചെറുതല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലാണ് ഈ കാനത്തിൽ ജമീലയുടെ മൃതദേഹമുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ബന്ധുക്കളെല്ലാം തന്നെ മൈത്ര ഹോസ്പിറ്റലിന് മുൻപിലുണ്ട്. ഈ മറ്റ് നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇനി എങ്ങനെയാണ് പൊതുദർശനം അടക്കം ഉള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ തീരുമാനങ്ങളിലേക്കെല്ലാം എത്തേണ്ടതുണ്ട്. അതിനായി മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അതുമായി സംബന്ധിച്ച് ലഭ്യമാകേണ്ടതുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ് അഭിന. കൂടുതൽ വിവരങ്ങളുമായി അതുല്യ തുടരുന്നുണ്ട്. അതുല്യ, ജനങ്ങൾക്കിടയിൽ വലിയ